നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളീയത്തിലും തുടർന്ന് മോദിയുടെ തൃശ്ശൂരിലെ പരിപാടിയിലും ഒരുപോലെ തന്റെ സാന്നിധ്യം അറിയിച്ച നടിയാണ് ശോഭന. കേരളീയം വന്നപ്പോൾ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നടന്ന നരേന്ദ്രമോദിയുടെ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ ശോഭന പങ്കെടുത്തത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. ശോഭന BJP-യിലേക്ക് എന്നും മറ്റും പലരും അഭ്യൂഹങ്ങൾ പറഞ്ഞു വരുത്തി. എന്നാൽ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയുടെ വേദിയിലെത്തിയ നടി ശോഭനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എഴുത്തുകാരി ശാരദക്കുട്ടി. ലഭിക്കുന്ന വേദികളെ രാഷ്ട്രീയപരമായിട്ടല്ല, കലാകാരി എന്ന നിലയിൽ കിട്ടുന്ന വേദിയായി മാത്രമാണ് അവർ കാണുന്നതെന്ന് ശാരദക്കുട്ടി പറഞ്ഞു. തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ശോഭനയ്ക്കുള്ള പിന്തുണ എഴുത്തുകാരി വ്യക്തമാക്കിയത്. നവകേരള സദസ്സിന്റെ ഭാഗമായ കേരളീയത്തെയും മോദിയുടെ വേദിയെയും അവർ ഒരുപോലെയാണ് കാണുന്നത്. രാഷ്ട്രീയ അജ്ഞത കൊണ്ടാണെന്നും ശാരദക്കുട്ടി പറഞ്ഞു. നാളെ ഗവർണറുടെ വേദിയിലും കോൺഗ്രസിന്റെ വേദിയിലും അവരെത്തുമെന്നും മല്ലിക സാരാഭായിയെ പോലെയോ ഷബാന ആസ്മിയെ പോലെ എല്ലാവരെന്നും രാഷ്ട്രീയ ചിന്തകളുള്ള ഒരു വ്യക്തിയല്ല എന്നുമാണ് ശോഭനയെ കുറിച്ച് പറഞ്ഞത്. കൂടാതെ നൃത്തവും സിനിമയും അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ശോഭന ഇന്നുവരെ സംസാരിച്ച് കേട്ടിട്ടുമില്ല. നീണ്ട അഭിമുഖങ്ങളിൽ പോലും അവർ കലാജീവിതമല്ലാതെ വ്യക്തിപരമായ ഒന്നും വെളിപ്പെടുത്താറുമില്ല. മറ്റൊന്നും അവർ ശ്രദ്ധിക്കുന്നതായി തോന്നിയില്ല എന്നും എഴുത്തുകാരി കൂട്ടിച്ചേർത്തു. അവരുടെ വേദികളെ രാഷ്ട്രീയപരമായ ഇടമായല്ല, കലാകാരി എന്ന നിലയിൽ കിട്ടുന്ന വേദിയായി മാത്രമാണ് അവർ കാണുന്നത്. മോദിയെക്കുറിച്ചും പിണറായിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും എഴുതി കൊടുക്കുന്നത് അവർ പറയും. രാഷ്ട്രീയ ബോധത്തിൽ അതാണ് അവരുടെ നില മാത്രമാണത്, നിലപാടല്ല. നാളെ ഗവർണറുടെ വേദിയിലും കോൺഗ്രസിന്റെ വേദിയിലും അവർ എത്താൻ സാധ്യതയുണ്ട്. അവരുടെ നിലയ്ക്കൊത്ത ചെലവുകൾ വഹിക്കാൻ സംഘാടകർ തയ്യാറാണെങ്കിൽ എഴുതി കൊടുക്കുന്ന ഏത് പ്രസംഗവും അവർ തപ്പിയും തടഞ്ഞും വായിക്കും. അവരുടെ സംഗീത് ചായ്വെന്നൊക്കെ ഇതിനെ പെരുപ്പിച്ചാലും അവരത് അറിയാനോ ശ്രദ്ധിക്കാനോ പോകുന്നില്ല. ശ്രദ്ധിച്ചാലും ഐ ഡോണ്ട് കെയർ എന്ന അഭാവമായിരിക്കും അവരുടേത്. എന്നെയൊന്നും ബാധിക്കില്ല എന്നൊരു മട്ട് ആ സ്വയം പ്രഖ്യാപിത ഇരിപ്പിലും നടപ്പിലും പോലുമുണ്ട്. മല്ലിക സാരാഭായി പോലെയോ ഷബാന ആസ്മിയെ പോലെയോ ഒരു രാഷ്ട്രീയ ചിന്തകളുള്ള വ്യക്തിയല്ല ശോഭന. BJP സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനമെടുക്കാൻ മാത്രമുള്ള രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരാളെക്കുറിച്ചും അവർ വായിച്ചു തീർത്ത ഒരു കുറിപ്പിനെ കുറിച്ചും ഇത്ര ബേജാറാകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നുമില്ല. ശോഭനയെ സംഖ്യയാക്കിയാൽ ശോഭനയ്ക്കൊന്നുമില്ല, സംഖ്യകൾക്കത് ഗുണം ചെയ്യുമെന്ന് മാത്രം. ശാരദക്കുട്ടി ഇങ്ങനെയാണ് കുറിപ്പിലൂടെ പറഞ്ഞത്. ക്ഷണിക്കപ്പെടുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് താരപരിവേഷ വ്യത്യാസമില്ലാത്ത ഒരു മര്യാദയാണ്. ആ മര്യാദ കാട്ടിയവരെ കാരണമില്ലാതെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തെന്ന് വെച്ച് അവരാരും ആ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരാണെന്ന് അർത്ഥവുമില്ലെന്ന് ഓർക്കുക.